സുധി ആ പോലീസുകാരനെയും കാത്തിരിക്കുകയാണ്. അയാൾ വരുമ്പോൾ സുധി ഒരു ജ്യൂസ് എടുത്തിട്ട് അയാൾക്ക് നേരെ നീട്ടും. അയാൾ ചോദിക്കും, എന്താടാ ഇത്, ജ്യൂസൊക്കെ തന്ന് പാട്ടിലാക്കാനുള്ള പണിയാണോ? സുധി പറയും, വെയിലൊക്കെ കൊണ്ടുവന്നാലേ അതുകൊണ്ട് തന്നതാ. പോലീസുകാരൻ പറയും, ഈ വെയിലൊന്നും എനിക്ക് പുത്തരിയല്ലടാ. നിന്റെ ഭാര്യ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ വിളിച്ചിരുന്നു, ഇനി ഡിവോഴ്സിനെ പറ്റി ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സുധി പറയും, അതുകൊണ്ടല്ലേ ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞത്. സാറിനെ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കരുതിയിരിക്കുന്നത്. അത് ഈ അനിയനെ വേണ്ടി സാർ ചെയ്തു. നന്ദിയുണ്ട് സാർ, നന്ദി. അങ്ങനെയൊക്കെ പറഞ്ഞ് സുധി ഇങ്ങനെ അഭിനയിക്കുകയാണ്. പോലീസുകാരൻ പക്ഷേ ആ വലയിലൊന്നും വീഴില്ല. ആ പെൺകുട്ടി പക്ഷേ നിന്നെ പറ്റി ഒരു കുറ്റവും പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയായേനെ. സുധീഷ് പിന്നെയും ആ പോലീസുകാരനെ ഇങ്ങനെ പുകഴ്ത്തി പറയാണ്. പോലീസുകാരൻ പറയും, മോനെ സുധീഷേ, ഇതൊക്കെ അങ്ങ് നിർത്ത്. നീ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോ? സുധി ഫോണെടുത്ത് പോലീസുകാരൻ്റെ കൈ കൊടുക്കുകയാണ്. നിധിയും നികേഷും കൂടെ ലുഡോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നികേഷ് അച്ഛൻ പാടുന്ന പാട്ടിങ്ങനെ പാടും. നിധി ചോദിക്കും, അതേതാ പാട്ട്? നികേഷ് പറയും, ഏതോ തമിഴ് പാട്ടാ, അച്ഛനത് മലയാളത്തിലാക്കി പാടുന്നതാ. നികേഷിനെ പാമ്പ് വിഴുങ്ങുമ്പോൾ നിധി പറയും, ഇപ്പം ആ പാട്ട് കറക്റ്റായി. എന്താ പാട്ട്? പരമശിവൻ്റെ കഴുത്തിലേക്കും പാമ്പ് ചോദിച്ചു. ആ സമയത്ത് സുഭാഷ് പണി കഴിഞ്ഞ് അങ്ങോട്ട് വരികയാണ്. സുഭാഷിൻ്റെ മുഖത്ത് ക്ഷീണം കാണുമ്പോൾ നികേഷ് ചോദിക്കും, എന്ത് പറ്റി സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയും, രാവിലെ മുതലേ ഒരു തലവേദന. നിധി ചോദിക്കും, മരുന്നൊന്നും വാങ്ങിയില്ലേ? നികേഷേ, നീ പോയിട്ട് മരുന്ന് വാങ്ങിച്ചു കൊണ്ടുപോവാ, ഞാൻ പോയിട്ട് ചായ ഇടാം. സുഭാഷ് പറയും, മരുന്നൊന്നും വേണ്ട മോളെ. നിധി പറയും, എന്നാൽ ഞാൻ ചായ ഇടാം. അതും പറഞ്ഞ് നിധി ചായ ഉണ്ടാക്കാൻ പോവാണ്. നിധി ചായ കൊണ്ടുപോയി രണ്ടുപേർക്കും കൊടുക്കും. സുഭാഷ് പറയും, നല്ല ചായ. നികേഷും പറയും, പെർഫെക്റ്റ് ആയിട്ടെത്തി. നിധി ചോദിക്കും, സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുഭാഷ് ഏട്ടന് സുനന്ദയെ മിസ് ചെയ്യുന്നുണ്ടോ? സുഭാഷ് ചോദിക്കും, എന്താ അങ്ങനെ ചോദിച്ച്? ഉത്തരം പറ. സുനന്ദയെ സുഭാഷ് ഏട്ടന് ഇഷ്ടമായിരുന്നില്ലേ? സത്യം പറയണം. അവളുടെ കല്യാണം ഉറപ്പിച്ചതിൽ സുഭാഷ് ഏട്ടന് സങ്കടമില്ലേ? സുഭാഷ് പറയും, നടക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കാറില്ല. ഈ വീടെന്താണെന്നോ ഞാനെന്താണെന്നോ എനിക്കറിയാം. അവളുടെ ജീവിതമെങ്കിലും നന്നാവട്ടെ. അതും പറഞ്ഞ് സുഭാഷ് ജനലിൻ്റെ അടുത്ത് പോയിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. നിധിക്ക് സുഭാഷിൻ്റെ ഉള്ളിലെ വിഷമം മനസ്സിലാവുന്നുണ്ട്. ഒരു വക്കീൽ ഹരീഷിൻ്റെ ഷോപ്പിൻ്റെ അവിടെ വന്ന് നിർത്തുകയാണ്. അവിടെയുള്ള പണിക്കാർ അവനോട് തമാശ പറയുന്നുണ്ട്. അവൻ പറയും, ഒരു ദിവസം ഞാനും വലിയ വക്കീലാവും. ആ സമയത്ത് ഹരീഷ് പുറത്തോട്ട് വരും. എന്നിട്ടേക്ക്, എന്തൊക്കെയുണ്ട് വക്കീലെ? പുള്ളി പറയും, വണ്ടിക്കൊരു മിക്സിങ്, അതൊന്ന് ചെക്ക് ചെയ്യാൻ വന്നാന്ന് പറയും. ഹരീഷിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയും, സുധിയും വൈഫും കൂടെ ഒരു ദിവസം ഓഫീസിൽ വന്നിരുന്നു വക്കീലിനെ കാണാൻ. ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാനാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹരീഷ് ഒന്ന് ഞെട്ടും. വീട്ടിലെ നിധി കുക്കിങ്ങിനുള്ള പരിപാടിയിലാണ്. നികേഷ് വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയപ്പോൾ നിധി പറയും, സുഭാഷ് ഏട്ടന് ഏതായാലും തലവേദനയല്ലേ, ഞാൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി. അത് കേൾക്കുമ്പോൾ നികേഷ്, അയ്യോ, വയറ് കേടായാൽ പിന്നെയും തലവേദന കൂടില്ലേ? നിധി പറയും, നീ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട, എനിക്ക് അത്യാവശ്യം കുക്കിങ്ങൊക്കെ അറിയാം. നിധി പറയും, എല്ലാ ദിവസവും സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടാക്കുന്നത്, ഇന്ന് നമുക്കൊന്നും ഉണ്ടാക്കിയാലോ? അപ്പോൾ സുഭാഷ് ഏട്ടന് സന്തോഷമാവും. നികേഷ് പറയും, എന്നാൽ ഞാനും കൂടെ സഹായിക്കാമെന്ന് പറയും. നിധിയും നികേഷും എത്ര ഗ്ലാസ് അരി ഇടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സുഭാഷ് വന്ന് ചോദിക്കും, എന്താ ചെയ്യുന്നത്? ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാമെന്ന് സുഭാഷ് പറയും. നികേഷിന് അത് കേൾക്കുമ്പോൾ സമാധാനമാവും. നികേഷ് പറയും, അതാ എടുത്തി നല്ലത്, നമുക്ക് വേണമെങ്കിൽ ഈ വീട് മുഴുവൻ അടിച്ചു തുടയ്ക്കാം. ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കണം, എല്ലാവരും കക്കൂസിലാവുന്ന പരിപാടിയാണ്. ഇത് കേൾക്കുമ്പോൾ നിധി പറയും, എന്താടാ നീ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ചട്ടക്കെടുത്ത് അടിക്കാൻ നോക്കും. സുഭാഷ് പറയും, എന്നാൽ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ നിധി ഉണ്ടാക്കിക്കോ. അവരെ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധി വന്നിട്ട് ചോദിക്കും, എന്താടാ ഒരു ശരിയൊക്കെ? നികേഷ് പറയും, അത് സുധീഷ് ചേട്ടനോട് പറയാനുള്ളതല്ല, ഞങ്ങൾ അടുക്കളക്കാർക്ക് ഉള്ളതാണ്. സുധി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സുധി അപ്പുറത്തേക്ക് പോകും. ആ സമയത്ത് ഹരീഷ് വീട്ടിലേക്ക് വരികയാണ്. ഹരീഷ് വന്ന പാടെ തന്നെ സുധിയുടെ കോളറിൽ പിടിച്ച് വയ്ക്കും, ഡിവോഴ്സ് ചെയ്യാൻ പോവാണോ ഇങ്ങനെ? സുഭാഷൊക്കെ വന്ന് പിടിച്ച് മാറ്റാൻ നോക്കും. ഹരീഷ് പറയും, ചേട്ടൻ വിട്, ഡിവോഴ്സ് ചെയ്യാൻ വക്കീലിനെ കാണാൻ പോയോ? വക്കീലിൻ്റെ ജൂനിയർ എൻ്റെ റെഗുലർ കസ്റ്റമറാ, ഇന്ന് വർക്ക്ഷോപ്പ് വന്നപ്പോൾ എന്നോട് പറഞ്ഞതാ. നിധി പറയും, സുധീഷിനെ വിട്ടേക്ക്, സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാ ഡിവോഴ്സ് ചോദിച്ചത്. സുധി പറയും, എടാ നീ അത് വിട്ടേക്ക്, നമുക്കത് പിന്നെ സംസാരിക്കാം. നികേഷ് ചോദിക്കും, ഏടത്തി ഡിവോഴ്സ് ചോദിച്ചെന്നോ? എന്തിന്? ഈ വീട് ഇഷ്ടമാഞ്ഞിട്ടാണോ, അതോ ഞങ്ങളെന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഹരീഷ് പറയും, ഇങ്ങേരുടെ നുണ കാരണമാണ്, ഇങ്ങനൊരു പെരുന്നുണേൻ്റെ കൂടെ എങ്ങനെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാകും ഡിവോഴ്സ് ചെയ്തത്. ഹരീഷ് സുധിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാർ പറയുന്ന പോലെ സ്ത്രീകൾ വാഴാത്ത വീടായില്ലേ ഇത്, ആളുകളുടെ മുഖത്ത് നോക്കി കള്ളം പറയരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. സുഭാഷിന് ഇതൊക്കെ കേട്ടിട്ട് നല്ല വിഷമാവും. സുധിക്കാണെങ്കിൽ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹരീഷ് സുഭാഷിനോട് പോയിട്ട് ചോദിക്കും, എന്താ സുഭാഷ് ഏട്ടാ, ഇത്ര വലിയൊരു കാര്യം നടന്നിട്ടും സുഭാഷ് ഏട്ടനൊന്നും മിണ്ടാത്തത്? സുഭാഷ് ഏട്ടൻ്റെ നിപ്പ് കണ്ടാൽ അറിയാം, സുഭാഷ് ഏട്ടനെ എന്തോ മറയ്ക്കുന്നുണ്ട്. സത്യം പറ, ഇവരുടെ ഇടയിൽ എന്താ പ്രശ്നം? ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രം മറച്ചു വയ്ക്കുന്ന എന്ത് പ്രശ്നമാണ് ഉള്ളത്?